ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലു ഡ്രാമ ലവർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വേർഡ് ആൻഡ് ഫെയറി 4ന്റെ 12th എപ്പിസോഡാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് ഇവർ മൂന്നാളും കൂടി നമ്മുടെ ബോക്സിംഗ് ടൗണിലേക്ക് വരുന്നതാണ് അല്ലേ. ബോക്സിംഗ് ടൗണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെല്ലാം വ്യത്യസ്തമായിട്ട് തോന്നുന്നു, കാരണം പലതരത്തിലുള്ള ആൾക്കാരാണ് അവിടെ കാണുന്നത്. അപ്പം നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛന് ഈ ഒരു ബോക്സിംഗ് ടൗണിനെ പറ്റി നന്നായിട്ട് അറിയാം. അച്ഛൻ ഇവിടെയാണ് താമസിച്ചിരുന്നതെന്നാണ് ഞാൻ പണ്ടറിഞ്ഞത്. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാവും, ഞാൻ ഇവിടേക്ക് വന്നാൽ അച്ഛന് ഭയങ്കര സന്തോഷമാവും എന്നൊക്കെ അവർ പറഞ്ഞിട്ട് നടന്നു വരികയാണ് കേട്ടോ. ആ ടൈമിൽ തന്നെ നമ്മുടെ സീങ്ങിനെ പോലത്തെ ഒരാൾ ഓപ്പോസിറ്റ് നിന്ന് വരുന്നുണ്ട്, പക്ഷെ വേഷം വേറെതായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ എന്നിട്ട് നീ എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്കും ആ ചെക്കൻ പറയുന്നുണ്ട്, ഞാൻ സീയിങ് ഒന്നുമില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പം മുഖം ഇതാക്കുന്ന ഡോക്ടറെ അടുത്ത് പോയിട്ട് മുഖത്തിൻ്റെ ആ ഒരു ഫേസ് തന്നെ മാറ്റിയതാന്ന് ഇങ്ങനെ പറയട്ടെ. അതായത് ഇവിടെ ഒരു മുഖ ഡോക്ടർ ഉണ്ട്, അവരുടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ആൾക്കാരുടെ ഫേസ് അവരുടെ മന്ത്രം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസിലേക്ക് ആക്കി തരും എന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയും, ഞാനിപ്പോൾ ആ ഒരു മന്ത്രം ഉപയോഗിച്ചിട്ട് എൻ്റെ ഫേസ് മാറ്റിയതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലിങ്ഷ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്താണ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിട്ടോ കാണിക്കുന്നത്. അവരങ്ങനെ ആ ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഒരാളുണ്ടാവും, അവരെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അയാളിങ്ങനെ നമ്മുടെ ലിൻഷനെയും മാഗ്ലിനെയും നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നിങ്ങളുടെ ഫേസ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസ് എനിക്ക് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇത്ര പൈസ തരാം. അപ്പോൾ ഈ ഒരു ടൗണിലുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ഫേസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മന്ത്രം ആയിട്ട് ഇതിനെ കൊടുക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നത് പൈസ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ലിൻഷനെയും അതൊന്നും വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ടിയാൻ പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് വയ്യ, ഈ ഒരു സ്ഥലം മൊത്തം ലിങ്ഷയും മാംഗ്ലിനെയും കാണാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് കടന്നു വരുന്ന കേട്ടോ കാണിക്കുന്നത്. ആ പെൺകുട്ടിയാണ് ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഓണർ കേട്ടോ. ആ പെൺകുട്ടിയുടെ പേരാണ് ദിൽബർ. അപ്പോൾ അവൾ ധരിച്ചിരുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അവളുടെ വയറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ടിയാൻ ഇങ്ങനെ കണ്ണൊക്കെ പൊതി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ മാംഗ്ലി ലിങ്ഷൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് ആ പെൺകുട്ടീനെ പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾ ഫേസ് കൊടുക്കണം എന്നില്ല, പക്ഷേ നിങ്ങൾക്കൊരു മന്ത്രം തരാം. ആ മന്ത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നിങ്ങളുടെ പുറകെ വരും എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് പറയും, അന്ന് എനിക്ക് വേണം എന്നൊക്കെ പറയുന്ന നിൽക്കുമ്പോഴത്തേക്കും വേറൊരാൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അയാളാണെന്നുണ്ടെങ്കിൽ ദിൽബറിനെ നോക്കിയിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അയാൾക്ക് ദിൽബറിനോട് ഭയങ്കര ഇഷ്ടമുള്ള പോലെ ഉണ്ട് കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ദിൽബർ നിനക്ക് ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ പിടിക്കുള്ളൂ, നിനക്ക് എന്നെ പിടിക്കില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും ദിൽബർ എന്നെ ചൂടാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വായു മൂടുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു പയ്യൻ ഇങ്ങനെ നമ്മുടെ മാംഗ്ലിൻ്റെ കഴുത്തിലേക്ക് നോക്കുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ അവളുടെ കഴുത്തിലുള്ള ഒരു ജേഡ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഈ ജേഡയോ നിന്റെ കഴുത്തിൽ എന്താ ഈ ജേഡ എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഭയങ്കര അതിശയമായിട്ടുള്ള ഒരു സംഭവമാണ്, ഇതിനെപ്പറ്റി ഒരു ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ മഹത്വങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഊരിലുള്ള തലൈവരുടെ ലൈബ്രറിയിലാണ് ആ ഒരു ബുക്ക് ഉള്ളതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി ലിങ്ഷൻ ചെയ്യാൻ പറയുന്നുണ്ട്, ഞങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതിന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അയാൾ പറയുന്നുണ്ട്, ഇല്ല അതെനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ദിൽബർ പറയുന്നുണ്ട്, നീ അവരെ സഹായിക്കുക, എന്നാൽ നിനക്ക് ഞാൻ എൻ്റെ കൂടെ മീൽ കഴിക്കാനുള്ള ഒരു അവസരം തരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയാൾക്ക് വരെ സന്തോഷമാകും കേട്ടോ. അങ്ങനെ അയാൾ ഇവരെയും കൂട്ടിയിട്ട് ആ ഒരു ഗ്രാമത്തിലേക്ക് വരാണ്, ആ ഒരു സ്ഥലത്തേക്ക് വരാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ് ചോദിക്കുന്നുണ്ട്, ഈ ഊരിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരാൾ പറയുന്നുണ്ട്, ഇവിടുത്തെ തലൈവരുടെ പേരാണ് ഫീങ്. അപ്പോൾ ഈ ആളെ ഫീങ് ഒന്നും പേരൊന്നും വിളിക്കാൻ പാടില്ല, അങ്ങനെ വിളിച്ചാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്, അതൊന്നും ആരും കേൾക്കരുത്, തലൈവരെന്ന് തന്നെ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇവർക്ക് മൂന്നൊക്കെ വേണ്ട പേടിയാവും കേട്ടോ. ഇനി എങ്ങനെ ഇനി മുന്നോട്ട് പോവുക, പേടിയാവുന്നുള്ള രീതിയിൽ നിന്നിട്ട് അവരങ്ങനെ അവസാനം ആ ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും അയാളിങ്ങനെ പറയുന്നുണ്ട്, ഇതാണ് ആ ആളുടെ ലൈബ്രറി, ഇവിടെ ഉണ്ടാവും ആ പുസ്തകം, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് എനിക്ക് സാധിക്കില്ല, എനിക്ക് ഇവിടെ വരെ വരാൻ സാധിക്കുന്നുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. ആ ടൈമിൽ തന്നെ നമ്മുടെ ലിങ്ഷ കുറെ പൈസ ഒക്കെ എടുത്തിട്ട് കാണിക്കും, നിനക്ക് ഞാൻ പൈസ തരാം, നീ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ പറയും, ഇതൊന്നും പറ്റത്തില്ല, ഇനി കുറച്ചും കൂടി പൈസ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ബാർഗനിങ് ചെയ്യാണ് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ കുറെ പൈസ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്, അവരൊരു ആള് കൊടുത്തിട്ടുണ്ടാവില്ല, ആ പൈസ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കണിന്ന് വെച്ചാൽ അകത്ത് നിന്നിട്ട് രണ്ടാൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, അവരുടെ മുഖമൊക്കെ ആകെ ഒരുമാതിരി ഫേസ് മാസ്ക് വെച്ച പോലെ ആയിരിക്കും കാണുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോ ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇല്ല എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ അവിടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ അയാളോട് പറയുന്നുണ്ട്, നിന്നെ ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോയി ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ചോദിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലിൻ്റെ കഴുത്തിലുള്ള ജേഡെ ഇങ്ങനെ
സ്വയം സംസാരിക്കുന്നുണ്ട്. അതായത് ഞാൻ അകത്തുണ്ട്, നിങ്ങൾ എന്നെ തേടി അകത്തേക്ക് വരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലിക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം എന്നുള്ള ഇതായിരിക്കും കേട്ടോ. ആ സമയത്ത് തന്നെ ആ രണ്ടുപേരും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഫേസ് മാസ്ക് ഇട്ട ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അത് നിങ്ങൾ പങ്കെടുത്തതിനാൽ നിങ്ങൾക്ക് ഒരു പ്രൈസ് ഉണ്ട്, അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ട പുസ്തകം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട് ഓക്കെ ഞാൻ മത്സരിക്കാൻ റെഡിയാണ്, ഞങ്ങൾ പറയുന്ന ആ പുസ്തകം നിങ്ങൾ വേഗം പോയി തിരഞ്ഞെടുത്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ടിയാനെ കൊണ്ടിട്ട് ഇവർ രണ്ടാളും പോകുന്നുണ്ട്. അപ്പം മറ്റ് ലിങ്ഷക്ക് മാംഗ്ലിക്കാണെങ്കിൽ ഭയങ്കര പേടിയാവുന്നുണ്ട്, അവനെ ഒറ്റയ്ക്ക് പോകുന്നുണ്ടല്ലോ, അവിടെ പേടിയാവുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ടിയാൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ആ ഒരു ഫേസ് മാസ്ക് വെച്ച ആള് അടുത്തേക്ക് വന്നിട്ട് അവർ പറയുന്നുണ്ട് നീ ഇവിടെ ഇരിക്കാതെ അങ്ങോട്ട് പോകാം, നമുക്ക് എല്ലാം പരിചയപ്പെടുത്താം, നീ ഇതിനകത്ത് പങ്കെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് 5 വർഷം ഈ ഒരു ഗെയിമിൽ കളിച്ച് ജയിച്ചാൽ അയാൾക്ക് വലിയൊരു സമ്മാനം തന്നെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ഭയങ്കര കൂളായിട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിയാൻ അവരോട് പറയുന്നുണ്ട്, അതായത് മാംഗ്ലിയോട് ലിങ്ഷനോട് പറയുന്നുണ്ട് എന്താണ് ഇവിടെ എല്ലാവർക്കും ഇവിടെ തന്നെ ആയിരിക്കും ചിന്ത, നിങ്ങളൊന്നും മൈൻഡ് ആക്കണ്ട, നിങ്ങൾ വേഗം തന്നെ പോയിട്ട് ആ പുസ്തകം കണ്ടുപിടിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ടിയാൻ ആണെങ്കിൽ സണ്ട പിടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും 5 പോയിസൺ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് വരുന്നത് ഭയങ്കര ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉള്ള നമ്മുടെ ഹൾക്കിനെ പോലെ ഒരാളാണ് കേട്ടോ. ഇപ്പോൾ ഇയാളെ കാണുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഭയക്കൂട്ടോ, ഇയാളായിട്ടാണോ ഫൈറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മുടെ ടിയാനാണെന്നുണ്ടെങ്കിൽ ഒരു പേടി ഉണ്ടാവില്ല. അവൻ പറയുന്നുണ്ട് നിങ്ങളതൊന്നും നോക്കണ്ട, നിങ്ങൾ വേഗം പോയിട്ട് ആ പുസ്തകം കണ്ടുപിടിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ പെങ്കൊച്ചുങ്ങളാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്. അടുത്ത സൈഡിൽ ഇവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളുണ്ടല്ലോ, അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ഇവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് കാണാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ 5 പോയിസൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിയാനായിട്ട് ഭയങ്കരമായിട്ട് സണ്ട ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലിങ്ഷയും മാംഗ്ലൈനും ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിങ്ഷയുടെ മന്ത്രം ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ മയക്കി കിടത്തിയിട്ട് അവരവിടെ നിന്ന് എന്താണ് ആ ഒരു ലൈബ്രറിയുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ലൈബ്രറിയുടെ ഡോറിലും കുറേ എഴുത്തുകൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് പറയുന്നുണ്ട് ഇതേ എഴുത്ത് തന്നെ ആയിരിക്കും കേട്ടോ, കാരണം ടിയാൻ്റെ അച്ഛൻ്റെ ആ ഗുഹയിൽ അവൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവൾ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജേഡയും ടിയാൻ്റെ അച്ഛനുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്, നമുക്ക് ഉള്ളിലേക്ക് പോകാൻ തന്നെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തൊരു മന്ത്രം പോലത്തെ സംഭവം അവളെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ. നമ്മൾ ആരാധകനെ നോക്കുമ്പോഴത്തേക്കും അവിടെ ചെറിയൊരു പന്നീനെ കേട്ടോ കാണിക്കുന്നത്, നമ്മളെ പഴയ പന്നിയില്ലേ ആ പന്നിനെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലിങ്ഷാണെങ്കിൽ സന്തോഷത്തോടെ കുട്ടിപ്പന്നി എന്ന് വിളിക്കുമ്പോഴത്തേക്കും പന്നി പറയുന്നുണ്ട് ഓ നിങ്ങൾ ഇവിടെയും വന്നെ ശല്യപ്പെടുത്താൻ, അവരുണ്ടോ താഴ്ത്തുന്നത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് പറയും ആ ടിയാൻ താഴെ സണ്ട ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി ലേറ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ജീവൻ ഉണ്ടാവില്ല, അവരുടെ ശരീരം മാത്രമേ ഉണ്ടാവുള്ളൂ, ഞങ്ങൾ വേഗം ബുക്ക് എടുക്കാൻ നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവിടെ കുട്ടിപ്പന്നി പറയുന്നുണ്ട് അയ്യോ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, നിങ്ങൾ വേഗം തിരിച്ചു പോക്കോ എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് ഒരാളിങ്ങനെ വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ട് അകത്തേക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്കും ഇവരിങ്ങോട്ട് കൊണ്ടുവന്ന അയാൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അയാൾ ഇങ്ങനെ മന്ത്രക്കെട്ട് ഇങ്ങനെ മാംഗ്ലിയുടെ ലിങ്ഷൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കും മാംഗ്ലി ചോദിക്കുന്നുണ്ട് നിങ്ങളാരെ ഞങ്ങൾക്ക് മന്ത്രക്കെട്ട് തരാൻ, ഇവിടുത്തെ തലൈവർക്ക് അതിനുള്ള ഇതുള്ളൂ, തലൈവർക്കാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താണ് അവിടെ അടുത്തുള്ള ഒരാളിങ്ങനെ പറയുന്നുണ്ട് തലൈവർ തന്നെയാണ് ഇതെന്ന് പറയും കേട്ടോ. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുക ഇവരിങ്ങോട്ട് കൊണ്ടുവന്നത് തലൈവർ തന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. പിന്നെ കാണുന്നത് വെച്ചാൽ നമ്മുടെ ടിയാനും അതുപോലെ ആ ഒരു 5 പോയിസൺ എന്ന ആളും ഭയങ്കര സണ്ട നടക്കുകയാണ്. അതിനകത്ത് 5ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇപ്പോൾ സണ്ട നടക്കുന്നത്. സണ്ട നടന്നതിൽ നമ്മുടെ ടിയാൻ വീണ് പോവാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ലിങ്ഷ് വന്നിട്ട് പറയുന്നുണ്ട് സണ്ട നിർത്തൂ, ഇനി വേണ്ടാന്ന് പറയുമ്പോഴത്തേക്കും അവിടെയുള്ള ആള് തലവരിനെ പറയുന്നുണ്ട് ഈ 2 പെണ്ണുങ്ങളെ പുറത്തേക്ക് അയക്കും, ഇവരിനി ഇവരാരാ നിർത്താൻ പറയുമ്പോൾ ആരാന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ടിയാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ വേണ്ടതെങ്കിലും ചെയ്യാം, പക്ഷെ അവരെ നിങ്ങൾ വെറുതെ വിടും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ തലവർ പറയുന്നുണ്ട് ഇവരെ ഞങ്ങൾ വെറുതെ വിടാം, പക്ഷെ നീ ഈ സൺഡേയിൽ ജയിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഞങ്ങൾ പലതും ചെയ്യുന്നൊക്കെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ടിയാൻ പറയുന്നുണ്ട് ഓക്കെ ഞാൻ ചെയ്തോളാം എന്നിട്ട് ഇവിടെ ആയുധം ഉപയോഗിച്ചിട്ടുള്ള ഒരു സണ്ട അടക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇവൻ ആ ഒരു വാളൊക്കെ എടുക്കുന്നുണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയുന്നുണ്ട് അവരോട്, അതായത് നമ്മുടെ ടിയാന് ഒരു ശക്തിയില്ല, അതേപോലെ ഈ പോയിസൺ എന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര ശക്തിയാണ്, അപ്പോൾ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യിക്കുന്നതിൽ ഭയങ്കര അന്യായമാണെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിയാന് പകരം ഞാൻ പോയി ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മാംഗ്ലി ആയിരിക്കും ടിയാന് പകരം പോയി ഫൈറ്റ് ചെയ്യുന്നുണ്ടാവാം. കുറേ ടൈമിൽ അവൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവളുടെ കഴുത്തിലുള്ള ജയടേനെ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ എന്നെ വന്ന് കാണൂ എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറേ കേൾക്കുമ്പോഴത്തേക്കും അവളെന്നെ പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ലിങ്ഷ ടിയാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇവരുടെ ഇടയിലേക്ക്. അങ്ങനെ ടിയാനും ലിങ്ഷനെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷൻ്റെ മേത്തേക്ക് ടിയാൻ ഇങ്ങനെ വന്ന് വീഴാണ്. അവരിങ്ങനെ കണ്ണിക്കണ്ട് നോക്കി നിൽക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ലിങ്ഷനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ ടിയാൻ അവൻ്റെ വാൾ ഉപയോഗിച്ചിട്ട് ആ ഒരു എന്താ പറയുക ആ ഒരു 5 പേഴ്സണായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷയും ഇവനെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ അവൻ്റെ കയ്യിൽ പിടിക്കാനായിട്ട് നോക്കുന്നുണ്ടാവും. പക്ഷെ അവൾ പിടിച്ചിട്ടുണ്ടാവുക അവൻ്റെ വാളിലായിരിക്കും കേട്ടോ. അവളെ പിടിക്കുമ്പോഴത്തേക്ക് ആ വാളിന് ഭയങ്കരമായിട്ട് പവർ വരും. ആ പവർ ഇവരെന്ത് ചെയ്യും ആ ഒരു 5 പേഴ്സൺ എന്ന് പറഞ്ഞ ആളുടെ മേത്തേക്കിനെ കാണിക്കുമ്പോഴത്തേക്കും അയാളുടെ ഫുൾ എനർജി നമ്മുടെ ടിയാൻ്റെ മേത്തേക്ക് വരുന്ന കേട്ടോ കാണിക്കുന്നത്.
അതേസമയം തന്നെ ആ ഒരു എന്താണ് 5% എന്ന് പറഞ്ഞ ആള് ഭയങ്കരമായിട്ട് ആളുടെ എനർജി ഒക്കെ പോയിട്ട് ഒരു ചെറിയ കുട്ടി ബൊമ്മ പോലെ ആവുന്നുണ്ട് കേട്ടോ. ആ സമയത്തിന് നമ്മുടെ ലിൻഷി അവിടെ നിന്ന് ബോധം കെട്ട് വീഴുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടുത്തെ ആ തലൈവർ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വിശ്വസിക്കും, ഞാൻ നിങ്ങളെ രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലിൻഷിനെയും കൂട്ടിയിട്ട് അയാളും ഒരു റൂമിലേക്ക് കിടത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, ഇവളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ പറയുമ്പോഴത്തേക്കും ആൾ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് ഇവർ രക്ഷിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇവൾക്ക് ഒരു അക്യുപഞ്ചർ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഇവളെ ജീവൻ രക്ഷിച്ച് അതിനുശേഷം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ആണെന്നുണ്ടെങ്കിൽ ലിൻഷിൻ്റെ കയ്യിലുള്ള ആ ഒരു ബാഗ് എടുക്കട്ടോ. ബാഗിൽ നിന്നിട്ട് അപ്പോൾ ഒരു മരുന്ന് താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മരുന്ന് കാണുമ്പോഴത്തേക്കും അവിടെയുള്ള തലവരിനെ പറയുന്നുണ്ട്, ഇതൊരു അതിശയ മരുന്നാണ്, ഈ മരുന്ന് കുടിച്ചാൽ എന്ത് വ്യാധിയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും മാറും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മാംഗ്ലി പറയുന്നുണ്ട് അത് അവളുടെ കസിന് വേണ്ടിയിട്ട് വെച്ചതാണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, അത് സാരമില്ല, എനിക്ക് എന്താണ് ഇവളുടെ ജീവനാ വലുത്, അപ്പോൾ ഇവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മുടെ ടിയാൻ എടുത്തിട്ട് നമ്മുടെ ലിൻഷിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ സ്റ്റേബിൾ ആവുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ തലൈവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ മാസ്റ്റർ ബെഡ്റൂം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ, ഞാൻ നിങ്ങൾക്ക് ഗസ്റ്റോ, എനിക്ക് മാസ്റ്റർ ബെഡ്റൂമോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ആ ഒരു 5% ഞാൻ നശിപ്പിച്ചുകൊണ്ടായിരിക്കുമല്ലേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അതിന് നമ്മുടെ ടിയാൻ പറയുന്നുണ്ട് 5% എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയുന്നുണ്ട്, അവൻ്റെ ആ ഒരു ശരീരത്തിലുള്ള എല്ലാ രാജ്യവും നിന്നിലേക്കാണ് വന്നിരിക്കുന്നത്, ഇപ്പം അവന് കുറച്ച് ജീവൻ മാത്രമേ ഉള്ളൂ, നൈറ്റ് ആകുമ്പോഴത്തേക്കും അവൻ എന്തായാലും മരിച്ചു പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനാണെന്നുണ്ടെങ്കിൽ 5% കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും കേട്ടോ. 5% ആണെങ്കിൽ ചെറിയൊരു ബോൾ പോലത്തെ അവസ്ഥയിലായിരിക്കും ഉണ്ടാവാം. പിന്നെ എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള മന്ത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ 5% കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 5% ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നും വീർത്ത് വരുന്നുണ്ട് ബലൂൺ പോലെ. പക്ഷെ പെട്ടെന്ന് ആ ഒരു ഇത് പോയിട്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ ശരീരത്തിലുള്ള ആ ഒരു എനർജി വീണ്ടും നമ്മുടെ ടിയാൻ്റെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ തലൈവർ പറയുന്നുണ്ട്, ടിയാനാണെന്നുണ്ടെങ്കിൽ മന്ത്രം കൊടുക്കാനായിട്ട് അറിയുന്നുണ്ടാവില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തലൈവർ പറയുന്നുണ്ട്, നമുക്ക് പിന്നീട് ഇവൻ്റെ ശക്തിയൊക്കെ നമുക്ക് ഈ ഒരു 5% കൊടുക്കാം, ഇപ്പം അവന് ഓൾറെഡി ഒരു എനർജി കിട്ടിയിട്ടുണ്ട്, അത് മതി ഇപ്പത്തേക്ക് ജീവിച്ചിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ടിയാൻ ആണെന്നുണ്ടെങ്കിൽ ലിൻഷിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കുന്നുണ്ട്. മാഗ്ലി ആണെന്നുണ്ടെങ്കിൽ അവളുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ലിൻഷി എണീറ്റ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും അവളിന് ഓടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇവർക്ക് ഉണ്ടാകുന്ന വളരെ സന്തോഷമാവും കേട്ടോ. എന്നിട്ട് അവൾ എന്ത് ചെയ്യും, അവളുടെ ആ ഒരു മരുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആ ബാഗ് തുറക്കുമ്പോഴത്തേക്കും അത് മരുന്ന് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും അവൾ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നുണ്ട്, എടാ ഞാൻ ഇനി എങ്ങനെ എൻ്റെ കസിനെ രക്ഷിക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവർ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ജീവനെ മുഖ്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ മറ്റേ ആ ഒരു ഫേസ് മാസ്ക് ഇട്ട ആൾ വന്നിട്ട് അവരെല്ലാവരെയും പുറത്തേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഇവർ 3 ആളും കൂടി പുറത്തേക്ക് പോകുന്നൊരു സീനാണ് കേട്ടോ കാണിക്കുന്നത്. അവർ 3 ആൾ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ തലൈവരെ കാണുന്നുണ്ട്. തലൈവരിങ്ങനെ പറയുന്നുണ്ട്, അതായത് നമ്മുടെ ടിയാൻ്റെ കഴുത്തിലുള്ള ഒരു ജയുടെ പോലെ സംഭവം കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും തലൈവർ പറയുന്നുണ്ട്, ഈ ജയുടെ ടിയാങ്ഷിങ്ങിൻ്റെ പോലത്തെയാണ്, അതേപോലെ സൂയുവിൻ്റെ ഇതും ഇതുപോലത്തെയാണെന്ന് പറയും, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, ടിയാൻഷിങ്ങിൻ്റെ അപ്പ സൂയു എൻ്റെ അമ്മയാണെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ആ ഊരിലുള്ള എല്ലാവരും തന്നെ അവനെ വണങ്ങുന്നുണ്ട്. അങ്ങനെ തലൈവരിങ്ങനെ പറയുന്നുണ്ട്, അതായത് നിന്റെ അച്ഛനാണ് ഈ ഒരു ഊര് തന്നെ ഉണ്ടാക്കിയത്, നിന്റെ അച്ഛനില്ലായിരുന്നെങ്കിൽ ഈ ഒരു സ്ഥലമേ ഇല്ല എന്നുള്ള രീതിയിലാണ് എന്നെ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ടിയാനും ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോഴത്തേക്കും ആ തലൈവർ ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛൻ എന്താ, എനിക്ക് നിന്റെ അച്ഛനെ കാണുമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ കയ്യിലുള്ള ആ നിലവ് പലക എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഇതെല്ലാവരും വേറായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അവൻ്റെ അച്ഛൻ മരിച്ചു പോയെന്ന് അപ്പോഴേക്കും അവർക്ക് മനസ്സിലാവും, അവരിനെ വേറായിട്ട് കരയുന്നുണ്ട്. അതുപോലെ ആ പലക വെച്ചിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ഒരു ഊരിൽ നല്ല മനുഷ്യരായാലും ചീത്ത മനുഷ്യരായാലും ഒരുമിച്ച് ജീവിക്കണം, അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ ഇല്ലാതാക്കണം എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ആ തലൈവരും പറയുന്നുണ്ട്, ഞാനും അതിന് വേണ്ടി തന്നെയാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത്, നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ നിനക്ക് ചെയ്തു തരാം എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ടിയാൻ വളരെ സന്തോഷമായിട്ട് അവൻ്റെ അച്ഛൻ്റെ ആ ഒരു നിലവ് പലകയിലേക്ക് നോക്കി നിൽക്കുന്നതാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വലിയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻസ് ആയിട്ട് ഇടുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി, ബൈ.